പൾസർ സുനിയും സംഘവും സഞ്ചരിച്ച വാഹനം അതിജീവിതം സഞ്ചരിച്ച വാഹനം, അതിനിപ്പുറം മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം അപ്പുണ്ണിയാണ്. ആ വാഹനത്തിൽ ഉണ്ടായത് അപ്പുണ്ണി ആരാണെന്ന് അറിയില്ല. ദിലീപിന്റെ ഡ്രൈവറാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഒരുപക്ഷെ ആ വാഹനത്തിൽ ദിലീപ് ഉണ്ടെങ്കിലും ദിലീപിന്റെ നിരീക്ഷണത്തിലാണ് ഈ പീഡനം, ഈ ക്രൂരകൃത്യം നടക്കുന്നതെങ്കിലും അന്ന് പതിവിലില്ലാത്ത തരത്തിൽ നടൻ ദിലീപിന്റെ പേഴ്സണൽ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതിന് നിരവധി തെളിവുകളുണ്ട്. പൾസർ സുനിയെ അറിയില്ല എന്ന ദിലീപിന്റെ വാദം പൊളിച്ചത് ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകനാണ് റോഷി പാൽ അഗസ്റ്റിൻ. ആ സ്ത്രീരത്നത്തിൻ്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം, സ്മൃതി പരുത്തിക്കാട് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ മുൻനിര മാധ്യമങ്ങൾ, പ്രധാനമായിട്ടും റിപ്പോർട്ടർ ചാനലിന് ഒരു ഭയങ്കര ശുഷ്കാന്തിയാണ്. എന്താണ് ശുഷ്കാന്തി? ദിലീപ് കുറ്റക്കാരൻ ആണെന്ന് വരുത്തി തീർക്കുക. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരാണ് ഈ പറയുന്ന അരുൺ. അദ്ദേഹത്തിന് വേറെ ഒരു പേരുണ്ട്, അദ്ദേഹത്തിൻ്റെ തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് വേറൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന റോഷി പാൽ അഗസ്റ്റിൻ, സ്മൃതി പരുത്തിക്കാട്, നേരത്തെ നികേഷ് കുമാർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹവും. നികേഷ് കുമാർ CPM-ന് വേണ്ടി മത്സരിച്ച ആൾ പോലുമാണ്. പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ ആരാണ്? അഗസ്റ്റിൻ സഹോദരന്മാരെന്ന് പറയുന്ന മുട്ടിൻ മരംമുറി കേസിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പണിക്കാരാണ് ഈ മാധ്യമ മേലാളന്മാർ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിനെ മാത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ ദിലീപിൻ്റെ കേസിൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 67 നികേഷ് കുമാർ വരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു കാര്യം. എന്തുകൊണ്ടാണ് നികേഷ് കുമാറും റോഷി പാൽ അഗസ്റ്റിനും ഈ ഒരു കേസിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറയാം. ഈ ഒരു വീഡിയോ രണ്ടായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടിൽ ഇച്ചിരിയും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ കോടതിയുടെ പക്കലിരിക്കുന്ന തൊണ്ടി മുതലായിട്ടുള്ള PW 260 മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു. ഇത് മാറിയത് കോടതിയുടെ പക്കൽ നിന്നാണ്. അത് അത്രയ്ക്കും പിടിപാടുള്ള, ഇൻഫ്ലുവൻസ് ഉള്ള, എല്ലാ രീതിയിലും പണവും പ്രതാപവും എല്ലാമുള്ള ദിലീപ് അഥവാ ഗോപാലകൃഷ്ണൻ്റെ അദർശ കൈകളാൽ ആണ് ഈ ഒരു ഹാഷ് വാല്യൂ മാറിയതെന്നുള്ള ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ നുണ പ്രചരണം ഇവിടെ ഈ പറയുന്ന മാധ്യമ മേലാളന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇത് ഗോപാലകൃഷ്ണൻ അഥവാ ദിലീപ് വെറും ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രോസിക്യൂഷനെ സൈഡ് ചെയ്യുന്ന ആൾക്കാർ, പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിറ്റ്നസ് അതിജീവനയ്ക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനെയാണ് പ്രോസിക്യൂഷൻ നമ്മൾ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ പ്ലെയർ. അപ്പോൾ ഈ പ്രോസിക്യൂഷനെ സൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിജീവനെ സൈഡ് ചെയ്യുന്നത് ദിലീപ് തെറ്റുകാരനാണെന്ന് പറയുന്ന ആൾക്കാരുടെ രാഷ്ട്രീയം നമ്മളൊന്ന് ഓടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവർ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരിക്കും. അപ്പോൾ ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരും ആണ് ദിലീപിൻ്റെ രക്തത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നതും നുണപ്രചരണങ്ങൾ നടത്തുന്നതും. നമ്മൾ ഈ മട്ടാഞ്ചേരി മാഫിയെ പറ്റി നോക്കിയാലും അവരും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്, അതിനോടുപരി ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവരുമാണ്. അപ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തികച്ചും ഒരു രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു. അതിനെ നീതിപീഠം രക്ഷിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ ഒരു മെറിറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ഇനിയും അപ്പീൽ കോടതി ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു കേസിലെ ജഡ്ജിമെൻറ്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എടേ നീ ഈ ജഡ്ജിമെൻറ്റ് മാത്രം വായിച്ചുകൊണ്ട് ദിലീപിൻ്റെ സൈഡ് പിടിക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോയെന്ന്. എൻ്റെ സുഹൃത്തുക്കളെ, അതിനൊരു മറുപടിയുണ്ട്. ഈ ഒരു ജഡ്ജിമെൻറ്റ് നടക്കുന്നത് വാദത്തിൻ്റെയും പ്രതിവാദത്തിൻ്റെയും വിസ്താരത്തിൻ്റെയും ഇതിൻ്റെയും രേഖകളുടെയും തെളിവിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ സത്യത്തിൻ്റെതായ നിയമത്തിൻ്റെതായ ഒരു വശം കണ്ടെത്തി ഒരു ജഡ്ജി പ്രസ്താവിക്കുന്ന ജഡ്ജിമെൻ്റാണ് ഈ പറഞ്ഞ ജഡ്ജിമെൻറ്റ്. അപ്പോൾ സത്യത്തിനെ വിശ്വസിക്കുന്നവർ എപ്പോഴും ഈ ജഡ്ജിമെൻറ്റിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടെ വിലയിരുത്തുള്ളൂ. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്നുള്ളത്.
നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഈ PW CW പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പം കത്തത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഒന്ന്, PW പ്രോസിക്യൂഷൻ വിറ്റ്നസ് 261 ബൈജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഓർത്തിരിക്കണമേ. രണ്ടാമത് PW 192 ഡോക്ടർ സുനിൽ എന്ന് പറയുന്ന ജോയിൻറ്റ് ഡയറക്ടർ FSL ഫോറൻസിക് സയൻസ് ലബോറട്ടറി, അതായത് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ഒരു എക്സ്പേർട്ടാണ്. മൂന്നാമത് PW 260 PW എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 260 എന്ന് പറയുന്നത് ദീപ്തി AS പുള്ളിക്കാരത്തിയും ഡയറക്ടർ ആണ് FSL. അത് കഴിഞ്ഞിട്ട് വരുന്നത് PW 67. ഈ 67 ആരാണ്? നികേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുക. ഈ സംഭവം നടക്കുന്നത് 2017 2-ാം മാസം 17-ാമത്തെ ദിവസം. ഈ സംഭവം നടത്തിയത് പൾസർ സുനിയാണല്ലോ. പൾസർ സുനിയും ഒരു വീഡിയോ പിടിച്ചു അല്ലേ? ഈ വീഡിയോ പിടിച്ചത് ഒരു മെമ്മറി കാർഡിനകത്താണ് അല്ലേ? ഈ മെമ്മറി കാർഡ് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പൾസർ സുനി ഏൽപ്പിക്കുകയായിരുന്നു. അത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഈ 17-ാം തീയതി ഈ സംഭവം നടക്കുന്നു. പൾസർ സുനി ഈ മെമ്മറി കാർഡ് 22-ാം തീയതിയാണ് അഡ്വക്കേറ്റിന് ഇത് കൊടുക്കുന്നത്. അഡ്വക്കേറ്റിൻ്റെ ഓഫീസ് എറണാകുളത്താണ്. അതിനുശേഷം 26-ാം തീയതി 2017 പൾസർ സുനിയെ പാലക്കാട് നിന്നും പിടിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, അന്ന് 2017 ഒരു ബ്രഹ്മാണ്ഡ ന്യൂസ് ആയിരുന്നു ഈ ഒരു സംഭവം. എന്താണ്? സൗത്ത് ഇന്ത്യൻ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ ഒരു സെക്ഷൽ അസോൾട്ട് നടത്തിയിരിക്കുന്നു അല്ലേ? ഒരു ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിരിക്കുന്നു. ആ ഉപദ്രവിച്ച ആള് എറണാകുളം, അതായത് നമ്മുടെ കേരളത്തിൻ്റെ മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള എറണാകുളത്തുകൂടെ തന്നെ വിലസി നടക്കുകയാണ്. എന്തിനാണ്? ഈ മെമ്മറി കാർഡ് ഒന്ന് കൊടുക്കണ്ടേ? ആർക്ക്? ഈ പറയുന്ന അഡ്വക്കേറ്റിന് കൊടുക്കണ്ടേ? ഈ അഡ്വക്കേറ്റാണ് എന്നിട്ട് ഇത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത്. അതിനുശേഷം 26-ാം തീയതി ഈ നമ്മുടെ പൾസർ സുനിയെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് ആ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് നേരെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. മാർച്ച് മാസത്തോടു 2017 3-ാം തീയതി ഇത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി ഇല്ലേ? ഇതാണ് രേഖ. ഈ മെമ്മറി കാർഡിനകത്താണ് വീഡിയോയും കുൽസിത പ്രവർത്തികളും നടന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ കോടതി എന്നാ എടുക്കും? കോടതി എക്സ്പേർട്ടല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ എക്സ്പേർട്ടല്ല. അപ്പോൾ എന്നാ എടുക്കും? ഇതിനകത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഇത് കൈമാറും. ഇത് കൈമാറുമ്പോൾ ചുമ്മാ അല്ല കൈമാറുന്നത്, ഒരു ഫോർവേഡിങ് ലെറ്റർ ഉണ്ട് ഇല്ലേ? ആ ഒരു ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് FSLന് പോകും. FSL അതായത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ, അന്ന് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സുനിൽ ഇത് പരിശോധിച്ചു. ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടാണ് എക്സിബിറ്റ് P263. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ആദ്യത്തെ റിപ്പോർട്ടാണ്. അതായത് മെമ്മറി കാർഡ് ചൂടോടെ എടുത്ത് അതിനകത്ത് ഒരു റിപ്പോർട്ടുണ്ടാക്കി ഇത് കോടതിയിൽ സമർപ്പിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു മെമ്മറി കാർഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ഹാഷ് വാല്യൂ ഉണ്ട്, പിന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ വീഡിയോയുടെ ലെങ്ത് ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും വീഡിയോയെ അളന്ന് മുറിച്ച് തിട്ടപ്പെടുത്തി അതെല്ലാം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം. അങ്ങനെ 263 ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. അതിനകത്ത് ഹാഷ് വാല്യൂ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം, നമുക്ക് കാണാം. അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് ഈ മെമ്മറി കാർഡ് എവിടുന്ന് കിട്ടി, അല്ല ഏത് സിസ്റ്റത്തിൽ നിന്നും കിട്ടി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പൾസർ സുനി ഈ പറയുന്ന PW20 ആ അഡ്വക്കേറ്റിന് മെമ്മറി കാർഡ് മാത്രമേ കൊടുത്തുള്ളൂ. പൾസർ സുനിയുടെ ഫോൺ അവൻ ദൂരെ കളഞ്ഞു. കാര്യം എന്താ? ആ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനകത്ത് കുടുങ്ങും, ദിലീപ് ഒഴിച്ച്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി പൾസർ സുനി ആ ഫോൺ അങ്ങ് കളഞ്ഞു.
അപ്പോൾ ആ മെമ്മറി കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് എക്സിബിറ്റ് P262. അതുണ്ടാക്കിയ ആളാണ് PW പ്രൈം വിറ്റ്നസ് 192 ഡോക്ടർ സുനിൽ. ഇതെല്ലാം കഴിഞ്ഞു കേസ് മുന്നോട്ട് പോവുകയാണ്. കേസ് മുന്നോട്ട് പോയപ്പോഴത്തേക്കിനും ഈ ദിലീപ് സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു. സുപ്രീം കോടതി വരെ ഒരു കേസുമായിട്ട് പോയി. എന്താണ് ദിലീപിൻ്റെ കേസ്? ഈ മെമ്മറി കാർഡിൻ്റെ ഈ വീഡിയോയുടെ ഒരു ക്ലോൺ കോപ്പി ദിലീപിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് സുപ്രീം കോടതി അനുവദിച്ച് ഈ ക്ലോൺ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഈ മെമ്മറി കാർഡ് രണ്ടാമതും ഈ പറയുന്ന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ കൊടുത്തു. അത് 9/1/2020 ഇത് കൊടുത്തത്. അത് തിരിച്ച് കോടതിയിൽ പോയതും റിപ്പോർട്ട് സമർപ്പിച്ചതും 10/1/2020. അപ്പോഴെന്താണ് നടന്നത്? രണ്ടാമതൊരു റിപ്പോർട്ടും കൂടെ ഉണ്ടാക്കി. കാര്യം രണ്ടാമത് ഇത് പരിശോധിച്ച് ഇതിൽ ക്ലോൺ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ടും ഉണ്ടായി. ആ റിപ്പോർട്ടാണ് എക്സിബിറ്റ് 675 തൊട്ട് 677 വരെ. ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ ആളാണ് പ്രൈം വിറ്റ്നസ് 260 ആയിട്ടുള്ള ദീപ AS എന്ന് പറയുന്ന ഡയറക്ടർ ഓഫ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. അപ്പം അവരുടെ രണ്ട് റിപ്പോർട്ടും ഒന്നായിരിക്കണം അല്ലേ? കാര്യം ഇത് കോടതിക്ക് മുന്നാകെ ഇരിക്കുന്ന രേഖയാണ്. അതിനകത്ത് ഒന്നും മാറുമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുമോ ഇതൊന്നും ഉണ്ടാകരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയാണ് കേസിൻ്റെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. 2022 ആയപ്പോൾ നമ്മളുടെ ബാലചന്ദ്രകുമാറിൻ്റെ രംഗപ്രവേശനം നടക്കുന്നു. അദ്ദേഹം അദ്ദേഹം മൊഴി കൊടുക്കുന്നു. എന്താണ്? ദിലീപിൻ്റെ അനിയൻ്റെ കയ്യിൽ ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും കോപ്പും കൂടെ ചക്രവും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ രണ്ടാമതും ഈ ഒരു അന്വേഷണത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ അന്വേഷണത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഈ ഹാഷ് വാല്യൂ മാറിയ കേസ് പറയുന്നത്. ഒരു ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്, ഞാനൊരു എക്സ്പേർട്ട് അല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ പറയുകയാണ്. ഹാഷ് വാല്യൂ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ ഒരു ഗാഡ്ജറ്റിന് അല്ലെങ്കിൽ മെമ്മറി കാർഡിന് ഉള്ള ഒരു വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ പുതിയതായിട്ട് എഡിറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താലോ ടാമ്പർ ചെയ്താലോ ഇതിനകത്ത് വ്യത്യാസം വരും ഇല്ലേ? ആ വ്യത്യാസം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചർച്ച. കാര്യം എന്താണ്? ഈ മെമ്മറി കാർഡ് കോടതിയുടെ പക്കലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരിക്കലും വ്യത്യാസം വന്നുകൂടാ. ഇതിനകത്ത് വ്യത്യാസം വന്നു എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്, മെമ്മറി കാർഡിനൊരു ഹാഷ് വാല്യൂ ഉണ്ട്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വീഡിയോസ് ഫോൾഡറിലാക്കിയിരിക്കുന്ന വീഡിയോസിന് ഒരു ഹാഷ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഈ പറയുന്ന PW അഡ്വക്കേറ്റിൽ നിന്ന് കോടതിക്ക് ആദ്യമായിട്ട്, അതായത് 2017 2-ാം മാസം കിട്ടുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വീഡിയോസ്, അതായത് ഈ ദുഷ്പ്രവൃത്തിയുടെ വീഡിയോസ് ഒരു 8 ഫോൾഡറായിട്ട് ഈ ഒരു മെമ്മറി കാർഡിനകത്ത് തന്നെ പാക്ക് ചെയ്ത് സൂക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ മെമ്മറി കാർഡ് റൈറ്റ് ചെയ്ത് ഒരു 2 പെൻഡ്രൈവിലേക്ക് റൈറ്റ് ചെയ്തു. ഒന്ന് കോടതിയിൽ വെക്കാനും 2 ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള PW 261 ബൈജു പൗലോസിന് കൊടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ബൈജു പൗലോസിന് കൊടുത്ത പെൻഡ്രൈവിൻ്റെ ഹാഷ് വാല്യൂ എപ്പം കൊടുത്തു, എങ്ങനെ കൊടുത്തു, എന്തിനു കൊടുത്തു ഒന്നും രേഖയിൽ കൊടുത്തിട്ടില്ല. അത് തന്നെ ഒരു വലിയ കള്ളത്തരമാണ്. അതെവിടെ പോയി, എങ്ങനെ പോയി, ലീക്ക് ചെയ്തോ, വല്ലവർക്കും കൊടുത്തോ? കാര്യം അമ്മാതിരി തിരക്കഥയാണ് ഈ ബൈജു പൗലോസ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് ഹാഷ് വാല്യൂ മാറിയെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഒന്നുകൂടെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ ഈ പറയുന്ന PW 260 കൊണ്ട് റീചെക്ക് ചെയ്യുകയാണ്. എന്ത്? മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയോ ഇല്ലയോ എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ദീപ്തി ഈ പറയുന്ന PW 260 കണ്ടെത്തുന്നു. ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഫോൾഡറിനകത്തെ, അതായത് 8 ഫോൾഡർ അടങ്ങിയിട്ടുള്ള ഈ ഒരു കുൽസിത പ്രവൃത്തി അല്ലെങ്കിൽ ഈ റേപ്പ് സീനിൻ്റെ ഫോൾഡറിൻ്റെ ഹാഷ് വാല്യൂ ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സംശയം വരുന്നത്.
കാര്യം മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെങ്കിൽ തന്നെയും ഫോൾഡറിൻ്റെ ഹാഷ് വാല്യൂ ഒട്ടും തന്നെ മാറിയിട്ടില്ല. അപ്പോൾ കേസിന് പറ്റിയ തൊണ്ടി മുതലിൻ്റെ വിവരണങ്ങൾ ഒന്നും ചോർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇത് മാറിയല്ലോ. ഇനിയും നമുക്ക് ഒരു സംശയം ഉണ്ടാകാം, ഇത് ആരാണ് മാറ്റിയതെന്നുള്ളത്. സുഹൃത്തുക്കളെ, പ്രോസിക്യൂഷൻ്റെ വാദം ദിലീപിൻ്റെ കയ്യിൽ ഒറിജിനൽ വീഡിയോ ഉണ്ടായിരുന്നു. 2017 ഈ ഒരു കുറ്റകൃത്യം നടന്നപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി, ഒറിജിനൽ കോപ്പി ലക്ഷ്യയിൽ കൊണ്ടുപോയി പൾസർ സുനി കൊടുത്തു. ആർക്ക്? ദിലീപിന് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം, അല്ലേ? അപ്പോൾ അങ്ങനെ ദിലീപിൻ്റെ കയ്യിൽ ഒറിജിനലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ദിലീപ് എന്തിനാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൈ കടത്തുന്നത്? അപ്പോൾ ഇവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. ഈ സംശയം എന്താണ്? ഈ ഹാഷ് വാല്യൂ മാനിപ്പുലേറ്റ് ചെയ്തു, അത് ദിലീപാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനൊക്കെ ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം ഞാൻ പറയുകയാണ്. ഈ ഹാഷ് വാല്യൂ മാറിയത് കണ്ടുപിടിക്കുന്നത് 2022 അല്ലേ? ഈ മെമ്മറി കാർഡ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് സമർപ്പിക്കുന്നത് 2018-17 സമയത്താണ്. 2017 കോടതി സമർപ്പിക്കുന്നത്. ഈ സമർപ്പിക്കുന്നതിന് മുമ്പ് ബൈജു പൗലോസും ഈ പറയുന്ന സുനിലും ഈ പറയുന്ന ദീപ്തിയും എല്ലാം ഇത് അളന്നു മുറിച്ച് പരിശോധിച്ച് ഇതിനകത്ത് എന്തേലും ദിലീപിൻ്റെ പങ്കുണ്ടോ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ദിലീപിൻ്റെ ഭാഗത്ത് എന്തേലും വകുപ്പ് കണ്ടെത്തുകയായിരുന്നു എങ്കിൽ കേസ് ഇത്രയും വർഷം നീണ്ടു പോവുമോ? അതിനു മുമ്പേ ദിലീപിനെ പിടിച്ചകത്തിടും. കാര്യം എല്ലാം തെളിയും, ഇല്ലേ? യാതൊരു രീതിയിലും ദിലീപിൻ്റെ ഈ ഒരു ഇടപെടലും ഈ ഒരു ഗാഡ്ജറ്റ്, ഈ ഒരു വീഡിയോയിൽ നിന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കേസ് ഇത്രയും നാളും നീണ്ടു പോകത്തില്ല. 2022 വരെ പല ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കേസും എല്ലാം കൊടുത്തിട്ടാണ് 2025 കൂടിയാണ് ഈ വിധി വരുന്നത്, അന്തിമ വിധി വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദിലീപിനെ ഇങ്ങനെ മാറ്റേണ്ട കാര്യമുണ്ടെങ്കിൽ തന്നെ ഇത് നേരത്തെ ബൈജു പൗലോസ് കണ്ട് ഇത് കോടതിയിൽ ബോധിപ്പിക്കത്തില്ലേ? അന്വേഷണത്തിൻ്റെ ഈ ഒരു ഭാഗത്തും ദിലീപിന് നേരിട്ട് ബന്ധമുള്ള ഒരു കാരണവും ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദിലീപ് എന്താണ് ചെയ്ത് എന്നുള്ളത് നമുക്ക് ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം, ദിലീപിന് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തണം. ദിലീപ് ആ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും ഭാഗം ഡിലീറ്റ് ചെയ്യുകയല്ലേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ ആഡ് ചെയ്യൂ ഇല്ല. വേറൊരു കാര്യം, ഫോൾഡറിനകത്ത് എന്തെങ്കിലും മാറ്റമല്ലേ വരുത്തുള്ളൂ, അല്ലാതെ SD കാർഡിനകത്ത് മാറ്റം വരുത്തുമോ ഇല്ല. ഇവിടെ നടന്നിരിക്കുന്നത് കൂടുതലായിട്ട് ഫോൾഡറുകൾ കയറിയിരിക്കുന്നു എന്നുള്ള അപകടകരമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ PW 260 റിപ്പോർട്ട് 677 കണ്ടെത്തിയിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. കാര്യം റിപ്പോർട്ട് 263 പറയാത്ത പല കാര്യങ്ങളും 677 റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ഈ 677 റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരാണ്? ദീപ്തിയാണ് ഉണ്ടാക്കിയത്. ദീപ്തി എന്തിനാണ് ഉണ്ടാക്കിയത്? ക്ലോൺ എടുക്കുന്ന സമയത്താണ്. അത് ഏത് വർഷമാണ്? 2020 കൂടിയാണ് ഉണ്ടാക്കുന്നത്. മറ്റേതെടുക്കുന്നത് 2016. അപ്പം ഇതിനകത്ത് ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹാഷ് വാല്യൂ മാറിയതിൻ്റെ കാര്യം ഇതിനകത്ത് പുതിയ ഫോൾഡറുകൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭീകരമായ ഒരു കണ്ടെത്തലുകളാണ്. അതൊരിക്കലും ദിലീപിൻ്റെ ഭാഗത്ത് വരുമോ? ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിബിറ്റ് D 145 എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ എക്സിബിറ്റ് D 145 ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ഡോക്ടർ പ്രദീപ് എന്ന് പറയുന്ന ഡയറക്ടർ, സീനിയർ ഡയറക്ടർ FSLലെ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഈ 2 എക്സിബിറ്റിനെയും തള്ളിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ
അല്ലെങ്കിൽ ഈ ഒരു ഇമേജസ് ഒരു 3 പ്രാവശ്യം വെളിയിൽ നിന്നും ഇത് പ്ലേ ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതൊന്നും ഈ 2 പേരും അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം. 3ാമത്തെ റിപ്പോർട്ട് എക്സിബിറ്റ് ഡി 145 പറയുന്നു. ഈ റിപ്പോർട്ട് വിചാരണ കോടതിയിൽ കാണുന്നില്ല. ആ വിചാരണ കോടതിയിൽ കാണാത്തത് പ്രോസിക്യൂഷൻ്റെ ഇടപെടലും കൊണ്ട് മാത്രമാണ്. ഈ വിചാരണ കോടതിയിൽ കാണിക്കാതെ ഇത് മുക്കിയെന്നാണ് ദിലീപിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നത്. കാര്യം ഈ ഒരു കോപ്പി ദിലീപിൻ്റെ അഡ്വക്കേറ്റിന് കിട്ടും, ഒരു കോപ്പി പ്രോസിക്യൂഷന് കിട്ടും, ഒരു കോപ്പി കോടതിയിലും കൊടുക്കും, വിചാരണ കോടതിയിലും കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് വിചാരണ കോടതിയിലുള്ള കോപ്പി കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ആദ്യം ഈ മെമ്മറി കാർഡ് ചെക്ക് ചെയ്ത PW 192 വാക്ക് ഒന്ന്, അത് കഴിഞ്ഞ് 260 വാക്ക് വേറൊന്ന്. ഇതിനെ എല്ലാം ചോദ്യം ചെയ്ത് ഡോക്ടർ പ്രദീപ്, സീനിയർ ഡയറക്ടർ FSL വേറൊരു മൊഴി. സത്യം പറഞ്ഞാൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ ആ ഒരു വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എന്നിരുന്നാലും പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിജീവനെ സഹായിക്കുന്ന അഡ്വക്കേറ്റ് അസംദിഗ്ധമായിട്ട് പറയുന്നുണ്ട്, എന്ത് ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്താലും പ്രധാനപ്പെട്ട എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഫോൾഡറിനകത്തെ മാറ്റങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത്. അതൊരു പ്രധാന പോയിൻ്റാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ നടന്ന ഹാഷ് വാല്യൂവിൻ്റെ ചേഞ്ച് ഒരു രീതിയിലും കേസിൻ്റെ എവിഡൻസിനെ ബാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ ഹാഷ് വാല്യൂ ചേഞ്ച് മെമ്മറി കാർഡിലെ സംശയം ഉളവാക്കുന്നതാണ്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദിലീപ് ഇങ്ങനെ ചെയ്തിട്ട് ദിലീപിന് ഒരു കാര്യവും നേടാനില്ല. കാര്യം ദിലീപിനെതിരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ 2022 വരെ കേസൊന്നും നീണ്ടു പോകത്തില്ല. 2019 ആകുമ്പോഴേ ദിലീപ് അഴിക്കുള്ളിലാവും. കാര്യം അമ്മാതിരി മാനിപ്പുലേഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നികേഷ് കുമാർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന് ഇതിനകത്ത് പങ്കെന്താണെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ടർ ചാനൽ PW 67 നികേഷ് കുമാർ PW, അതായത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിട്ട് 67 നികേഷ് കുമാർ വന്നിട്ടുണ്ട്. റോഷിപാൽ അഗസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സിബിറ്റ് D 145 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിനകത്ത് റോഷിപാൽ അഗസ്റ്റിൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഈ FSL ഡ്യൂട്ടി എടുത്തിരുന്ന PW 192 ഡോക്ടർ സുനിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗവൺമെൻറ് സെർവൻ്റാണ്. ആ സെർവൻ്റ് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കേസ്, അതായത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇൻ ക്യാമറ പ്രൊസീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കേസ് അത്രയ്ക്കും സീക്രട്ടായിട്ട് ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ കോടതിയുടെ മുറികൾ ജനലുകൾ എല്ലാം അടച്ചിട്ട് ക്യാമറ പ്രൊസീഡിങ്ങിൽ കൂടെ തന്നെ നടത്തേണ്ട ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടർ ചാനലിന് കൊടുത്തു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പ്രോസിക്യൂഷൻ്റെ സൈഡായിട്ടുള്ള ഈ PW 192 നടത്തിയത്. ഈ ഡയറക്ടർ പ്രദീപ് കണ്ടെത്തുന്നുണ്ട്, ഈ മെമ്മറി കാർഡ് 9/1/2018, 10/12/2018, പിന്നെ ഈ 20/12/2021 ഈ ദിവസങ്ങളിലൊക്കെ വേറെ ആരോ ഇത് ആക്സസ് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഡിഫൻസ് കൗൺസിലായിട്ട്, അതായത് ദിലീപിൻ്റെ കൗൺസിൽ ഈ PW 192 ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി, എനിക്കിതൊന്നും അറിയത്തില്ല, ഇദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്തും ഇതൊന്നും കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇദ്ദേഹം മണിയായിട്ടുള്ള ദിവസങ്ങളും ഡേറ്റുകളും സമയങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളതാണ്.
ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഈ വായിച്ച് കേൾപ്പിച്ചുള്ള ഒരു വീഡിയോ ആണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രഥമ ദൃഷ്ടിയാൽ ഈ ഒരു ഹാഷ് വാല്യൂവിനകത്ത് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ദിലീപിൻ്റെ പേരിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നികേഷ് കുമാറും റോഷി ബാൽ അഗസ്റ്റിനെയും കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് ജനങ്ങളിൽ ഇതൊരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കോടതിയെ പിടിവള്ളിയിൽ നിർത്താമെന്ന് ഉദ്ദേശിച്ചതാണ് ഈ ഇടതുപക്ഷക്കാർ. പക്ഷെങ്കിൽ സത്യത്തിൻ്റെ മുഖം എപ്പോഴും തെളിഞ്ഞു നിൽക്കും. ഹണി മാഡം അത് കണ്ടെത്തുകയും ഇപ്പോൾ ഏറ്റവും നല്ലൊരു വിധി നടത്തുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ ലാസ്റ്റ് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നുണ്ട്, അതായത് അതിജീവനയുടെ വക്കീൽ തന്നെ പറയുന്ന വരികളാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആർഗ്യുമെന്റ് നോട്ട് ഫയൽഡ് ബൈ ദ ലേൺഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് അതിജീവനയുടെ വക്കീൽ. അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഹിയറിംഗ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ക്ലിയർലി ദാറ്റ് ദ വിഷ്വൽ ആർ നോട്ട് ലീക്ഡ് ഫ്രം ദിസ് കോർട്ട് ആൻഡ് ദ എവിഡൻഷ്യറി വാല്യൂ ഓഫ് P262, അതായത് മെമ്മറി കാർഡ്, റിമെയിൻഡ് ഇൻടാക്റ്റ്. അതായത് അവർ തന്നെ സമ്മതിച്ചു ഇത് ഈ കോടതിയിൽ നിന്ന് ലീക്ക് ആയിട്ടില്ല. ആരാ പറയുന്നത്? പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് നടക്കുന്നത്? പ്രോസിക്യൂഷൻ്റെ ഭാഗം ഒരു കാലയളവിൽ പ്രോസിക്യൂഷൻ, അതായത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ വരെ മീഡിയയുടെ മുമ്പിൽ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലീക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആ പ്രോസിക്യൂട്ടർ തന്നെയാണ് കോടതിക്ക് മുന്നിൽ പറയുന്ന ഈ വരികൾ. അപ്പോൾ ഈ ഇരട്ടത്താപ്പിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ ഇത് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം.